നമ്മളെല്ലാവരും വാട്സപ്പ് ഉപയോഗിക്കുന്നവരാണല്ലേ? രാവിലെ എണീക്കുമ്പോൾ തന്നെ വാട്സപ്പ് ഒന്ന് നോക്കിയില്ലെങ്കിൽ ഒരു സുഖവും ഉണ്ടാകില്ല. ഇങ്ങനെ വാട്സപ്പ് ഉപയോഗിക്കുമ്പോൾ വാട്സപ്പിൽ പുതിയ അപ്ഡേഷൻസ് വരുന്നതൊക്കെ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ വാട്സപ്പ് ഉപയോഗിക്കുന്നവരുടെ ഏറ്റവും വലിയ തലവേദനയാണ് മെസ്സേജുകളിൽ ഉണ്ടാകുന്ന പിഴവുകൾ. അക്ഷരത്തെറ്റുകൾ മുതൽ വലിയ പിഴവുകൾ വരെ അയക്കുന്ന മെസ്സേജുകളിൽ ഉണ്ടാകാറുണ്ട്. ഇത്തരം മെസ്സേജുകൾ അയച്ചു കഴിഞ്ഞാൽ ഈ തെറ്റ് പറ്റിയ മെസ്സേജുകൾ ഡിലീറ്റ് ചെയ്യുകയല്ലാതെ വേറെ വഴിയൊന്നുമില്ല എന്നതാണ് സത്യം. എന്നാൽ ഈ പ്രശ്നത്തിന് പരിഹാരവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് വാട്സപ്പിന്റെ മാതൃകമ്പനിയായ മെറ്റ. ഔദ്യോഗിക ട്വിറ്റർ ഹാൻഡിലൂടെ വാട്സപ്പ് തന്നെയാണ് പുതിയ ഫീച്ചർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. വാട്സപ്പിന്റെ ഏറ്റവും പുതിയ പതിപ്പിലേക്ക് ആപ്ലിക്കേഷൻ ചെയ്യുന്നവർക്ക് മെസ്സേജുകൾ എഡിറ്റ് ചെയ്യാനുള്ള സൗകര്യം കമ്പനി അവതരിപ്പിച്ചിരിക്കുകയാണ് ഇപ്പോൾ. എന്നാൽ ഈ മെസ്സേജ് അയച്ച് 15 മിനിറ്റിനുള്ളിൽ മാത്രമേ മെസ്സേജ് എഡിറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇതുവരെ മെസ്സേജ് ഡിലീറ്റ് ചെയ്യുവാനുള്ള ഓപ്ഷനാണ് വാട്സപ്പിൽ ഉണ്ടായിരുന്നത്. ഗ്രൂപ്പുകളിലും അതുപോലെ തന്നെ പേഴ്സണൽ ചാറ്റുകളിലും ഡിലീറ്റ് ഫോർ എവരിവൺ എന്ന ഫീച്ചറാണ് ഉണ്ടായിരുന്നത്. പക്ഷേ ഈ ഫീച്ചർ ഉപയോഗിച്ചാൽ എന്തോ ഒന്ന് ഡിലീറ്റ് ചെയ്തതായിട്ട് ഗ്രൂപ്പിലുള്ളവർക്കും സന്ദേശം അയച്ച വ്യക്തിക്കും അറിയാനാകും. ഇതിന്റെ ഒരു ചമ്മൽ ഒഴിവാക്കാനുള്ള അവസരം കൂടിയാണ് പുതിയ ഫീച്ചറിലൂടെ ഒരുങ്ങുന്നത്. എഡിറ്റ് ചെയ്ത സന്ദേശങ്ങൾക്കൊപ്പം എഡിറ്റ് ചെയ്തത് എന്ന ഒരു അറിയിപ്പും കാണുവാൻ സാധിക്കും. എന്നാൽ മെസ്സേജിൽ വരുത്തിയ മാറ്റങ്ങൾ കാണുവാൻ സാധിക്കുകയില്ല എന്നതാണ് പ്രത്യേകത. എഡിറ്റ് ചെയ്ത സന്ദേശം മാത്രമേ കാണുവാൻ സാധിക്കുകയുള്ളൂ. ഒരിക്കൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ 15 മിനിറ്റിനുള്ളിൽ ആ മെസ്സേജ് ക്ലിക്ക് ചെയ്ത് പിടിക്കുമ്പോൾ ലഭിക്കുന്ന പോപ്പപ്പ് മെനുവിൽ നിന്ന് എഡിറ്റ് തിരഞ്ഞെടുക്കാം. നിലവിൽ ആൻഡ്രോയിഡിന്റെ ബീറ്റ ഉപഭോക്താക്കൾക്ക് മാത്രമേ ഈ ഫീച്ചർ ലഭ്യമായിട്ടുള്ളൂ. പേഴ്സണൽ ചാറ്റുകൾ ലോക്ക് ചെയ്യുവാനുള്ള ഫീച്ചർ കൊണ്ടുവന്നതിന് പിന്നാലെയാണ് വീണ്ടും ഞെട്ടിച്ച് വാട്സപ്പ് എത്തുന്നത്. മെസ്സേജ് എഡിറ്റിംഗ് ഓപ്ഷൻ ഉടൻ തന്നെ എല്ലാ ഉപഭോക്താക്കൾക്കും ലഭ്യമാകുമെന്ന് വാട്സപ്പ് അറിയിച്ചിട്ടുണ്ട്. വരും ആഴ്ചകളിൽ വാട്സപ്പിന്റെ പുതിയ അപ്ഡേറ്റ് പൊതുജനങ്ങൾക്ക് ലഭ്യമായി തുടങ്ങും.